കുട്ടി എന്ത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. നമസ്കാരം. ഹിജാബ് വിവാദമുണ്ടായ പള്ളുരുത്തി സെന്റ് റിത്ത സ്കൂളിലേക്ക് ഇനി മകളെ വിടുന്നില്ലെന്ന് പിതാവ് പറഞ്ഞിട്ടും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണ് വിദ്യാർത്ഥിക്ക് ശിരോവസ്ത്രം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. അത് വിരോധാഭാസമാണ് എന്ന കാര്യം കൂടി മന്ത്രി പറയുന്നു. മന്ത്രിയുടെ ഈ പരാമർശത്തിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത് വന്നു. ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചിരുന്നു. ഇതും കത്തോലിക്ക കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. വിഷയത്തിൽ തന്റെ നിലപാടിനെ പ്രശംസിച്ച സമസ്തയ്ക്ക് നന്ദി പറഞ്ഞ മന്ത്രി ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയ്ക്കെതിരെ നടത്തിയ പരാമർശം ക്രൈസ്തവ സമൂഹത്തെ അസ്വസ്ഥമാക്കുകയാണ്. മന്ത്രി നടത്തിയ പ്രസ്താവന ക്രൈസ്തവ വിഭാഗത്തെയും ക്രൈസ്തവ സന്യാസികളെയും അവഹേളിക്കുന്നതിന് തുല്യമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നത്. ക്രൈസ്തവ സ്കൂളുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ന്യൂനപക്ഷ സ്കൂളുകളുടെ സൽപ്പേര് നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ക്രൈസ്തവ സന്യാസിമാരെ അപമാനിച്ച മന്ത്രി മാപ്പ് പറയണമെന്നുമാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. മന്ത്രി ക്രൈസ്തവ സന്യാസിമാരെ അപമാനിച്ചോ? മന്ത്രി മാപ്പ് പറയുമോ? സ്വാഗതം. ഈ ചർച്ചയിൽ ശ്രീ പി ജോസഫ്, കാത്തലിക് ഫെഡറേഷന്റെ പ്രതിനിധി, ശ്രീ മുസ്തഫ മുണ്ടുവാറ, SYS പ്രതിനിധി, ശ്രീ M ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ, ഒപ്പം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ എന്നിവരെയാണ് ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നത്. ആദ്യം ശ്രീ പി ജോസഫ്, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ പി ജോസഫ്, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഭരണഘടന പറയുന്ന, നിയമം അനുശാസിക്കുന്ന തുല്യത ഉറപ്പുവരുത്തണം, അതിനുള്ള നിലപാട് സ്വീകരിക്കണം എന്ന നിർദ്ദേശമാണ് മന്ത്രി നൽകിക്കൊണ്ടിരുന്നത്. അത് ഒരു സർക്കുലറായി പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ മന്ത്രി പറയുന്നു ശിരോവസ്ത്രം ധരിച്ച ഒരു അധ്യാപികയാണ് ആ കുട്ടിയോട് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്നത് ഒരു വിരോധാഭാസമാണ് എന്ന് പറയുന്നു. ഇത് ഒരു അപമാനിക്കലാണോ? സംശയം തീർച്ചയായിട്ടും. വിദ്യാഭ്യാസ മന്ത്രി നമുക്കറിയാമല്ലോ. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ കേരളത്തിന് അനുയോജ്യനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം വെച്ചാൽ മുൻകാലഘട്ടങ്ങളിൽ അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രകടനങ്ങളും KM മാണി സാറ് അദ്ദേഹത്തിന്റെ പ്രകടനം കൊണ്ട് ആത്മഹത്യയായിരുന്നതും ഭാഗ്യമായിട്ട് ഞാനിപ്പോൾ കാണുകയാണ്. അദ്ദേഹത്തിന്റെ മകനടക്കമുള്ളവർ ആ മുന്നിലുള്ളതുകൊണ്ട്. അന്ന് അദ്ദേഹത്തിന് ബജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രകടനങ്ങളുടെ പ്രതിഫലനമായിട്ട് ആ കേസ് റദ്ദാക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോയിട്ട് നടക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കറിയാം. ഞാനിപ്പോൾ അതിലേക്കൊന്നും കൂടുതൽ നടക്കുന്നില്ല. അപ്പം അത് കണക്കുള്ള ഒരു ആൾ തന്നെയാണ് നമുക്ക് യോഗ്യനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. കഴിഞ്ഞ ആഴ്ച ഒരു സുപ്രീം കോടതി വിധി പറഞ്ഞിട്ട് പറഞ്ഞു സമാനമായ വിധികൾ എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞു. ഏതാ ഭിന്നശേഷി ക്രിസ്ത്യൻ മാനവി വരുമ്പോൾ പുള്ളിക്ക് എന്തോ അദ്ദേഹം ഒരു വലിയ പുച്ഛത്തോടെയും എന്തോ ഇതോടുകൂടിയാണ് അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മളിവിടെ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഹിജാബ് ഒരു ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീ പറഞ്ഞു. കന്യാസ്ത്രീയുടെ യൂണിഫോം കന്യാസ്ത്രീ ജീവിതകാലം മുഴുവൻ ധരിക്കേണ്ടതാണ്. ആ കാണുന്ന ശിരോവസ്ത്രവും അത് കന്യാസ്ത്രീയുടെ ഐഡന്റിഫിക്കേഷൻ ഭാഗമാണ്. പക്ഷേ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ സ്കൂളിന്റെ ഇതാണ് നിയമാവലിയാണ് അവർക്ക് ബാധകമായിട്ട് വരുന്നത്. ആ സ്കൂളിൽ ചേരാൻ വരുമ്പോഴേ അദ്ദേഹം അവരോട് പറഞ്ഞിരുന്ന ഈ കാര്യങ്ങൾ നമുക്കറിയാം. 2018 ഇതേപോലെ സമാനമായ ഒരു കേസിൽ നമ്മുടെ മുഷ്താഖ് ജഡ്ജി ഹൈക്കോടതിയിലെ ബഹുമാന ജഡ്ജി പറയുകയുണ്ടായി. ഇവിടെ ഒരേ സമയത്ത് വിദ്യാർത്ഥിയുടെയും സ്കൂളിന്റെയും കൂടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്കൂളിന്റെ മൗലികാവകാശമാണ് കൂടുതൽ പ്രാവർത്തികമാകട്ടതും കൂടുതൽ നടപ്പിലാകട്ടതും. കാരണം വെച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് സംവേദിതമായി തീരുന്നത് സ്കൂളിന്റെ ആയതുകൊണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു.
കന്യാസ്ത്രീയുടെ യൂണിഫോം നമുക്ക് പറഞ്ഞല്ലോ, കന്യാസ്ത്രീ ശിരോവസ്ത്രം അവിടെ ജീവിതകാലം മുഴുവൻ ധരിക്കേണ്ട അവരുടെ ഒരു ശിരോവസ്ത്രമാണ്. അതിനകത്ത് അത് മതപരമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ക്രൈസ്തവ സന്യാസിനിമാരും അത് ധരിക്കുന്നുണ്ട്. ഇനി അവർ മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പോവുകയാണെങ്കിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണെങ്കിലും അവിടെയും അവർ അത് ധരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സമാനമായ ഒരാവശ്യം മറ്റൊരു മതവിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രി അതാണ് വിരോധാഭാസം എന്ന നിലയിൽ പറഞ്ഞത്. അതിൽ മന്ത്രി ക്രൈസ്തവ സന്യാസിമാരെ അവഹേളിച്ചുവെന്നും അതിൽ മാപ്പ് പറയാൻ മന്ത്രി തയ്യാറാകണമെന്നും മന്ത്രി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ മുഖ്യമന്ത്രി പുറത്താക്കണം എന്നതുമാണ് കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിരൂക്ഷമായ വിമർശനം മന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നു. വലിയ പ്രതിഷേധം അതിൽ രേഖപ്പെടുത്തുകയാണ്. ആ രീതിയിൽ അതിനെ കാണേണ്ടതുണ്ടോ എന്നതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ജനാധിപത്യമാകട്ടെ, ഇവിടെ വിദ്യാഭ്യാസമാകട്ടെ, എല്ലാം ഒരു വ്യത്യസ്തമായ കോണിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ രാവിലെ ഇവിടെ ഇപ്പം നമുക്ക് നിങ്ങൾ TV ഓൺ ആക്കിയാൽ ചർച്ച നടത്തിയാൽ ഇതെല്ലാം ഒരു വല്ലാത്ത മതാധിഷ്ഠിതമായ ഒരു സംസ്ഥാനത്തിലൂടെയാണ് നമ്മുടെ ഈ സംസ്ഥാനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മതാധിഷ്ഠിതമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. രാവിലെ നമ്മുടെ വേറൊരു സമുദായ നേതാവ് വിളിച്ചാൽ ന്യൂനപക്ഷങ്ങളെ മൊത്തം ആക്ഷേപിക്കും. വേറൊരു സമുദായ നേതാവ് വേറൊരു കാര്യം പറയും. പക്ഷെ ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് ഈ അവസരത്തിലായിരിക്കാം ഒരു വിഷയത്തിൽ തീവ്രമായ നിലപാടിലേക്ക് പോയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിദ്യാഭ്യാസ ഭാഗത്തുണ്ടാകുന്ന നിഷേധാത്മകമായ നടപടികൾ, ക്രൈസ്തവ സമൂഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം കാണിക്കുന്ന ഒരുമാതിരി ഒരു അവജ്ഞ, അവരോടുള്ള ഒരു പുച്ഛം, അതിനുശേഷം ഒരു നടപടിയല്ല, അതിൻ്റെ ഒരു അവസാന ഭാഗമാണ് ഇത്. ആ സ്കൂൾ അധികൃതരും ഈ കാണുന്ന കുട്ടിയുടെ രക്ഷിതാവുമായി തീർന്ന ഒരു പ്രശ്നത്തെ ഇത്രയും ആളിക്കത്തിച്ചതിന്റെ പിന്നിലുള്ള പ്രധാന ആള് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പം അത് തീർച്ചയായും നമ്മളെപ്പോലെ സംസ്ഥാനത്ത് വളരെ ലജ്ജാകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞ ഹിജാബ് വിഷയം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചു, ആ പ്രശ്നങ്ങൾ തീർന്നു, സ്കൂളിലെ കോഡ് അംഗീകരിക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു, അതനുസരിച്ച് വരാനിരിക്കുന്നു. അപ്പോഴത്തേനാണ് വിദ്യാഭ്യാസം ശരിയല്ല, എന്റെ വകുപ്പ് ഇവിടുത്തെ എല്ലാവർക്കും മതേതരത്വം കാത്തു സൂക്ഷിക്കും, എല്ലാം ചെയ്യും, അങ്ങനെ ചെയ്യും, ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ വിഷയത്തെ ഇത്രയും വഷളാക്കിയതിന്റെ പ്രധാന ഉത്തരവാദിയിൽ ഒരാള് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിൽ ഇത്രയും പ്രശ്നങ്ങൾ വരത്തില്ല ഇവിടെ. അപ്പൊ ഒരു മതത്തെ ഇല്ലാതാക്കിക്കൊണ്ടോ അവരുടെ സംസ്കാരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടോ അവരുടെ ഇതിനെ ഇല്ലാതാക്കിക്കൊണ്ടോ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് പോകുമ്പം അതിൻ്റെതായ ഒരു പൊതു മാനദണ്ഡമുണ്ട്. ഒരു പൊതു മാനദണ്ഡം ഞാൻ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിൽ വേറെ ആരും പോകത്തോണ്ടായിരിക്കും, അല്ലാണ്ടായിരിക്കും. ആ സ്കൂളിൽ ചെന്നിട്ട് അയ്യോ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കൂ. ഇല്ല ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു മുറി വേണമെന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കുമോ? നമ്മളത് ശരിയാണ് പറയുന്നത്, ചോദിക്കുന്നത്. അത് ചോദിക്കുന്നത് ശരിയല്ല. നമുക്ക് ഉള്ള അവരുടെ സാഹചര്യം അനുസരിച്ച് അവർ മതേതരത്വം ഉള്ളിന്റെ ഉള്ളിൽ ആർക്കും മതേതരത്വം ഇല്ലെന്നറിയാം. എങ്കിൽ പുറമേയെങ്കിലും നടിക്കാനെങ്കിലുള്ള ഒരു ശ്രമം നടത്താൻ നമുക്കിവിടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ രാജ്യം, ഈ സംസ്ഥാനം ഇല്ലാതായി പോകും, ഈ രാജ്യം ഇതായി പോകും. എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഇത്ര വാശി? എന്തിനാണ്? അവിടെ പഠിക്കുന്ന ആയിരക്കണക്കിന് പിള്ളേർ, അല്ലെങ്കിൽ 1000 പിള്ളേർ പഠിക്കുന്നുണ്ടെങ്കിൽ 999 പേർക്കും ആ സ്കൂളിലെ നിയമങ്ങൾ പാലിക്കാമെങ്കിൽ ഒരാൾക്ക് മാത്രം, പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് മാത്രം ഈ നിയമങ്ങൾ മാറ്റണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവർ ബോധപൂർവ്വം ആ സ്കൂളിൽ തന്നെ വന്ന് 4ാമത്തെ പ്രാവശ്യം അഡ്മിഷൻ എടുത്ത്. ശരി, ഇതൊക്കെയാണ് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്ക് ചോദിക്കാനുള്ളത്. സ്കൂൾ മാനേജ്മെന്റ് പറയുന്നതും ഇതേ വാദമാണ്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, നോക്കൂ, ഇന്ന് സമസ്ത ഈ വിഷയത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സമസ്ത മുഖപത്രത്തിൽ സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. വ്യവസ്ഥാപിത നിയമത്തെ വെല്ലുവിളിച്ച് ഒരു സ്കൂളിന് മാത്രം സ്വന്തമായും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. തല മറയ്ക്കണമെന്നത് ഇസ്ലാം പെൺകുട്ടികളുടെ അവകാശമാണ്. തട്ടത്തിന്റെ കളർ സ്കൂളിന് തീരുമാനിക്കാൻ. ചന്ദനക്കുറി ഇട്ട് വരരുതെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ സമസ്തയും ശക്തമായ ഭാഷയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. തട്ടം കാണുമ്പോൾ മറനീക്കുന്ന വർഗീയത എന്ന പേരിലാണ് ഈ പത്രത്തിന്റെ എഡിറ്റോറിയൽ ഉൾപ്പെടെ വന്നിരിക്കുന്നത്. നോക്കൂ, ഈ സ്കൂളിന്റെ മാനുവൽ അനുസരിച്ച് അത് സമ്മതിച്ചാണ് ആളുകൾ വരികയും വിദ്യാഭ്യാസത്തിന് ആ കോഴ്സിൽ ചേരുകയും ചെയ്യുന്നത്. അത് വർഷങ്ങളായി നടന്നു വരികയാണ്. പതിറ്റാണ്ടുകളായി ആ സ്കൂള് നിലനിൽക്കുന്ന സ്കൂളാണ്. ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അവിടെ ആരാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് എന്നതൊരു ചോദ്യമല്ലേ? ഈ വ്യവസ്ഥാപിത നിയമം എന്ന് പറയുമ്പോൾ
ഏറ്റവും ഒടുവിലത്തെ കോടതി വിധി പോലും പറയുന്നത് എന്താണോ മാനേജ്മെന്റുകളുടെ താല്പര്യം, അവരുടെ നിയമം എന്നതാണ്, അതിനാണ് പ്രാമുഖ്യം, വ്യക്തികളുടെ അവകാശത്തിനല്ല എന്നതാണ് അവസാന കോടതി വിധി പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അങ്ങനെ ഇരിക്കെ ആ മാനേജ്മെന്റിനെ ഇങ്ങനെ ഇരുട്ടിൽ നിർത്തുക, അവരെ കുറ്റപ്പെടുത്തുക, അത് ഏതെങ്കിലും തരത്തിൽ വർഗീയമായി വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടത്തുക, ബോധപൂർവമായ ശ്രമം നടത്തുക, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? ശ്രീ മുസ്തഫ മുണ്ടുപാറ, താങ്കൾ മ്യൂട്ടാണ്, ഒന്ന് മ്യൂട്ട് മാറ്റിയതിനു ശേഷം സംസാരിക്കൂ. ശ്രീ മുസ്തഫ മുണ്ടുപാറ, കേൾക്കാമോ? ശ്രീ മുസ്തഫ, കേൾക്കാമോ? ഓക്കെ, താങ്കൾ പറയുന്നത് എനിക്കും കേൾക്കാം, പറഞ്ഞോളൂ. ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഉണ്ടായ ഈ വിവാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഇവിടെ വർഗീയത കളിച്ചത് ആരാണ്? വർഗീയമായ നിലപാടെടുത്തത് ആരാണ്? ഇത് രാജ്യത്തെ ഒരു സ്കൂളാണ്. ഈ രാജ്യത്തിന്റെ പൊതുവായൊരു നിയമമുണ്ട്. ആ നിയമത്തിനെ പാലിക്കാൻ എല്ലാവരുടെയും ബാധ്യതയാണ്. ഇത് ഒരു മതവിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണെങ്കിലും ഈ രാജ്യത്തെ സ്കൂളുകൾക്ക് സർക്കാർ നിശ്ചയിക്കപ്പെട്ട ചില വ്യവസ്ഥകളുണ്ട്. അതിന് അംഗീകാരം കൊടുക്കുന്ന സമയത്ത് തന്നെ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഇവിടെ നൽകുന്ന അടിസ്ഥാനപരമായ അവകാശത്തെ നിഷേധിക്കാൻ ഇവിടുത്തെ ഒരു സ്കൂളിനോ, ഏതെങ്കിലും സഭ നടത്തുന്ന സ്കൂളിനോ, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടന നടത്തുന്ന സ്കൂളിനോ, അല്ലെ ഹൈന്ദവ സംഘടന നടത്തുന്ന സ്കൂളിനോ അധികാരമില്ല, അവകാശമില്ല. ഈ രാജ്യത്തെ നിയമം ഇവിടെ പാലിക്കണം. ആ നിയമം പാലിക്കപ്പെടേണ്ട ഭരണഘടനാപരമായ അവകാശമാണ്. അത് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിൽ ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ഭരണകർത്താവിന് തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിലപാടെടുക്കാനേ ഒരു ഭരണാധികാരിക്ക് കഴിയുള്ളൂ. കാരണം ഭരണഘടനാപരമായി നടക്കുന്ന സ്ഥാപനങ്ങളാണിത്. നമ്മുടെ അടിസ്ഥാനപരമായത് ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ താല്പര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായിക്കൊണ്ടൊരു സ്ഥാപനം ഇവിടെ നടത്താൻ കഴിയില്ല, നടത്താൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. അപ്പൊ ഈ സ്ഥാപനം സെന്റ് റീത്ത സ്കൂൾ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ കഴിഞ്ഞ കാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇതുപോലെയുള്ള വർഗീയപരമായ നിലപാടുകൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. ഈ സ്ഥാപനം 2008 വേദ പഠനത്തിന്റെ ഭാഗമായിക്കൊണ്ട് 2008 കുരിശ് വരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇതേ സ്ഥാപനത്തില് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും മേലിൽ അത് ഉണ്ടാകാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഭരണകൂടത്തിന്റെ നിയമത്തെയും വ്യവസ്ഥയും ഇവിടെ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ മുസ്ലിം സംഘടനകളൊക്കെ ഇനി അവിടെ വരുന്ന മുസ്ലിം സംഘടനയുടെ കീഴിലുള്ള കമ്മിറ്റികൾ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ വരുന്ന ക്രിസ്തീയ സഹോദരങ്ങൾ, അവര് അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങൾ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇപ്പോൾ ഈ സ്ഥാപനത്തിന് ഒരു യൂണിഫോം ഉണ്ടല്ലോ, ആ യൂണിഫോം ധരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാണല്ലോ അവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ ഓരോരുത്തരും അത് സമ്മതിച്ചുകൊണ്ടാണല്ലോ അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അത് പാലിച്ച് വന്നിരുന്ന കുട്ടിയാണല്ലോ ഈ കുട്ടി. അതിനുശേഷമാണല്ലോ 4 മാസത്തിനിപ്പുറം ഇങ്ങനെ ശിരോവസ്ത്രം ധരിച്ചു വരാൻ തുടങ്ങിയതും അത് ഇഷ്യൂ ആകുന്നതും അതിനുശേഷമാണല്ലോ. ഏതൊരു സ്ഥാപനത്തിനും ഒരു യൂണിഫോം കോഡ് ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നത് തന്നെയല്ലേ 2018 മുഷ്താഖിന്റെ വിധിയിലും സൂചിപ്പിക്കുന്നത്. വ്യക്തിപരമായ അവകാശങ്ങൾ ഒരു ന്യൂനപക്ഷ സ്ഥാപനത്തിന്റെ അവകാശത്തിന് മുകളിലല്ല എന്ന കാര്യമല്ലേ, പൊതുവായിട്ടുള്ള ആ അവകാശത്തിന് മുകളിലല്ല എന്നുള്ള കാര്യമല്ലേ അന്നത്തെ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തന്നെയല്ലേ നമ്മളുടെ ഇപ്പോഴത്തെ ലോ ഓഫ് ലാൻഡ്? ഭരണഘടനാപരമായ വിരുദ്ധമായ ഒരു നീക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഭരണഘടനാ വിരുദ്ധമായ നീക്കമാണ്. അതിന് ഒരു വിജയം വരില്ല. പരാമർശിക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ഈ സ്ഥാപനം, ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയെങ്കിൽ 2008 ഈ വേദപഠന ക്ലാസ്സില് 2008 വേദപഠന ക്ലാസ്സുമായി ബന്ധപ്പെട്ടല്ലോ നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം നിൽക്കുന്നത്. അത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ശ്രീ മുസ്തഫ മുണ്ടുപാറ? ഇവിടെ ഈ കുട്ടി യൂണിഫോം ധരിച്ചു വന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. ശ്രമം നടത്തിയ സ്ഥാപനമാണ് ഇത്.
2008 കാര്യം അവിടെ നിൽക്കട്ടെ. 2008 എന്തെങ്കിലും സംഭവിച്ചു എന്നതിന് ബോധപൂർവമായി ഇപ്പോൾ ഉണ്ടാക്കിവിടുന്ന പ്രശ്നമാണോ ഇത്? 2008 സംഭവിച്ചതിന് ബോധപൂർവമായി ഉണ്ടാക്കിവിടുന്ന പ്രശ്നമാണോ ഇത്? അല്ലെങ്കിൽ ഈ സ്കൂൾ ഇങ്ങനെയാണ് എന്നത് കണ്ട് ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമമാണോ അപ്പോൾ അവിടെ നടന്നത്? ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് 2008 കഴിഞ്ഞു പോയ കാര്യമാണ്. പാടില്ല. മന്ത്രി ചെയ്തത് ഏറ്റവും ധീരമായ നടപടിയാണ്. ശ്രീ മുസ്തഫ മുണ്ടുപാറ മന്ത്രി എന്തിനാണ് യൂണിഫോം വേണ്ടെന്ന് പറയുന്നത്? മന്ത്രിക്ക് NCC കേഡറ്റുകളെ പോലും മതപരമായ എതിർത്തുകൊണ്ട് ചേർക്കാതെ പറയാത്തെന്തുകൊണ്ടാ? ഇവിടുത്തെ പോലീസ് എന്തുകൊണ്ടാ യൂണിഫോം വേണമെന്ന് പറയാത്തത്? ഇവിടുത്തെ മിലിറ്ററി ചേർന്നവർക്ക് യൂണിഫോം വേണ്ടെന്ന് പറയാത്തത്? ശബരിമല സീസണിൽ നിങ്ങളെ സ്ഥാപനത്തിലേക്ക് ഒരു കറുത്ത തുണി കൊടുത്ത ഒരു കുട്ടി വന്നാൽ നിങ്ങൾ ഒഴിവാക്കുവോ? പുറത്താക്കുവോ? എന്തോ ശബരിമല സീസണിൽ NCC കേഡറ്റുകൾക്ക് യൂണിഫോം വേണ്ടെന്ന് ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് കേൾക്കാമെങ്കിൽ നോക്കൂ. ഇതിപ്പോൾ ചന്ദനക്കുറി ഇട്ട് വന്നാൽ സമ്മതിക്കുമോ? അയ്യപ്പനടുത്ത് പോകാൻ വ്രതമെടുത്ത വേഷത്തിൽ വന്നാൽ സമ്മതിക്കുമോ? അങ്ങനെ വർഗീയമായ അല്ലല്ലോ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. ആ സ്കൂളിനൊരു ചട്ടമുണ്ടെങ്കിൽ അത് പാലിക്കാൻ ഏത് മതസ്ഥരായാലും സന്നദ്ധമാകണം, സന്നദ്ധമായേ പറ്റൂ. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമേ ആ സ്ഥാപനത്തിൽ പ്രവേശനമുള്ളൂ എന്നിരിക്കെ അത് ഏത് മതസ്ഥരായാലും, അത് ഹിന്ദു മതത്തിൽ നിന്നുള്ളവരായാലും മറ്റേതെങ്കിലും മതത്തിൽ നിന്നുള്ളവരായാലും ഇസ്ലാം മതത്തിൽ നിന്നുള്ളവരായാലും അത് പാലിക്കണമെന്നാണ് അവിടുത്തെ ചട്ടം. അങ്ങനെയാണെങ്കിൽ ചന്ദനക്കുറി ഇടാമോ, കയ്യിൽ നൂല് കെട്ടാമോ, കറുത്ത വസ്ത്രം ഇടാമോ എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ആരായാലും അവിടുത്തെ റൂൾസ് പാലിച്ചേ പറ്റുള്ളൂ. അതാണ് ആ സ്കൂൾ മാനേജ്മെന്റ് ആവർത്തിച്ച് പറയുന്നത്. അതിന് ഭരണഘടന അവർക്ക് അവകാശം നൽകുന്നുണ്ട്. അത് ഹൈക്കോടതി ഒന്നുകൂടി 2018 ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. അതിന് മേൽ വേറൊരു കോടതി വിധി ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നിരിക്കെ ഇങ്ങനെ വാശി പിടിക്കേണ്ടുന്ന, ആ സ്കൂളിന്റെ ചരിത്രവും പാരമ്പര്യവും ചൂണ്ടിക്കാണിച്ച് അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞ് ബോധപൂർവം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടുന്ന കാര്യമുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ശ്രീ മുസ്തഫ കേൾക്കാമോ? അദ്ദേഹത്തിലേക്ക് ഞാൻ തിരിച്ചെത്താം. ശ്രീ പി ജോസഫ്, നോക്കൂ, ഇവിടെ നേരത്തെ തന്നെ നമ്മൾ കാലാകാലങ്ങളായി ഓരോ സ്ഥാപനങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രൈസ്തവ സഭകളുമായി ചേർന്നിട്ടാണ് ഉള്ളത്. അവർ കേരളത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഒക്കെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്സംശയം എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരുന്നതാണ്. ഒരു കാലത്തും ഈ വിധത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് നമുക്കറിയില്ല. പക്ഷെ നോക്കൂ, ഇവിടെ സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തിൽ ഈ വിഷയം വളർന്നു പന്തലിക്കുകയാണ്. സർക്കാർ ഇതിൽ സ്കൂളിനൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് സർക്കാരിൻ്റെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണം, സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ സമർപ്പിച്ച ഹർജിയിൽ ഇടപെട്ട കോടതി അത് സ്റ്റേ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നൊരു സാഹചര്യം ഉണ്ട്. അത് വിശദമായി പരിശോധിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു നിയമ പോരാട്ടത്തിലേക്ക് തന്നെ ഇത് പോകുന്നു, അതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്ന ഒരു നിലപാട് ഈ സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു സമവായത്തിന്റെ പാത ഈ സമൂഹത്തിൽ നല്ലതൊന്നും സമ്മാനിക്കാത്ത ഈ വിഷയത്തിൽ ഒരു സമവായത്തിന്റെ പാത എന്തുകൊണ്ട് മാനേജ്മെന്റ് സ്വീകരിക്കുന്നില്ല? തീർച്ചയായും ആ പറഞ്ഞ കാര്യത്തോട് നമ്മൾ യോജിക്കുന്നു. സമവായത്തിന്റെ പാത ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമവായത്തിന്റെ പാത ഉണ്ടായി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷമല്ലേ വിദ്യാഭ്യാസ മന്ത്രി ഈ പ്രശ്നത്തെ ഇത്രയും വഷളാക്കിയത്? അതിനുശേഷമല്ലേ അപ്പം അവിടുത്തെ ലീഗൽ അഡ്വൈസർ സംസാരിച്ചെന്നോ PTA പ്രശ്നം സംസാരിച്ചെന്നോ ഒക്കെ പറഞ്ഞ് ഈ വിഷയത്തെ ഇത്രയും വലിയ വിഷയമാക്കി മാറ്റിയത്? അവിടെ വിദ്യാർത്ഥി അവിടെ പഠിപ്പിക്കാമെന്നും അവിടെ വിഷയങ്ങളില്ലെന്നും ഈ വിഷയങ്ങളെ സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായ കാര്യങ്ങൾ മുമ്പോട്ട് പൊക്കോളാമെന്നും ഒക്കെ ഈ പറയുന്ന രക്ഷകർത്താവ് അടക്കമുള്ള ആൾക്കാരോട് ഒന്ന് സംസാരിച്ച് തീർത്തു. അത് കഴിഞ്ഞപ്പോഴേ വിദ്യാഭ്യാസം എന്റെ അധികാരം ഞാൻ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുന്നത് നമുക്കറിയാം. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ എല്ലായ്പ്പോഴും പറയും ക്രൈസ്തവ സമൂഹം ഇവിടെ മുഴുവൻ വിദ്യാഭ്യാസം നടത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായതാണോ? ഇത് മറ്റാരും നടത്താൻ ഒരു കാലഘട്ടത്തിൽ ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഒരു ലാഭകരമല്ലാത്ത രീതിയിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ടല്ലേ ഇങ്ങനെയൊക്കെ എത്തിയത്. അതിന് ദീർഘമായ സമയങ്ങൾ എടുത്തില്ലേ? അങ്ങനെ ഈ സമൂഹത്തിന് വേണ്ടി, ഇവിടുത്തെ കേരള സമൂഹത്തിനാട്ടെ ഭാരത സമൂഹത്തിനാട്ടെ വെറും 3% താഴെ ഒരു സമൂഹം ഇവിടെ ചെയ്യുന്ന 50% വിദ്യാഭ്യാസപരമായ കാര്യങ്ങളെ നോക്കിക്കാണുക, അതിന്റെ ശരിയായ വശം മനസ്സിലാക്കാതെ അവരെ മുഴുവൻ ശത്രുക്കളാക്കിക്കൊണ്ട് ഇതൊരു ഇലക്ഷൻ കാലമാണ്.
ഇപ്പം നമ്മുടെ ചില കാര്യങ്ങളിൽ ഇവരുടെ ഈ സമുദായത്തിന്റെ എതിർപ്പ് നേരിട്ടുകൊണ്ടിരുന്ന ഗവൺമെന്റ് ആ സമുദായത്തിന്റെ എതിർപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി കിട്ടിയ ഒരു അവസരമായി ഇതിനെ മുതലെടുക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. ഈ സർക്കാർ നിലപാട് ഒരിക്കലും ക്രൈസ്തവ സമുദായം അനുകൂലമായിരുന്നു. വഖഫ് നിയമത്തിന്റെ കാര്യമായിക്കോട്ടെ, അവിടുത്തെ മുനമ്പം വിഷയം ആയിക്കോട്ടെ, അവിടെയൊക്കെ 80-20 വിഷയം ആയിക്കോട്ടെ, ഇവിടെയൊക്കെ സർക്കാർ എപ്പോഴും ശത്രുപക്ഷം എടുത്ത ക്രൈസ്തവ സമൂഹത്തെയാ. അതിന് യാതൊരു തർക്കവും വേണ്ടി ഗവൺമെന്റ്. ശരി, സർക്കാർ ക്രൈസ്തവ സമൂഹത്തെ എപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തുന്നു എന്നതാണ് അവരുടെ വികാരം. ശക്തമായ പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ അവർ ചൂണ്ടിക്കാട്ടുകയാണ്. മാത്രവുമല്ല, മന്ത്രി മാപ്പ് പറയണം എന്ന നിലപാട് ആവർത്തിക്കുകയുമാണ്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നിയമ പോരാട്ടം ഉറപ്പിക്കുന്നു സ്കൂൾ മാനേജ്മെന്റ്. ഏതറ്റം വരെയും നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്നതാണ് മനസ്സിലാകുന്ന കാര്യം. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം രണ്ടാം ഘട്ടത്തിൽ, ഇടവേളയ്ക്ക് ശേഷം. ऐसी कई पहली कहानियों में हमेशा आपके साथ ऑल्टो K10. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ എം ജയചന്ദ്രൻ, നോക്കൂ, ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് പരിഹരിച്ച വിഷയമാണ്. മന്ത്രി വളരെ പ്രകോപനപരമായ വാർത്താ സമ്മേളനം പിന്നീട് നടത്തുകയും സ്കൂൾ മാനേജ്മെന്റിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ആ വിഷയം ആളിക്കത്തിച്ചു. നിയമപരമായി നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു സർക്കുലർ മുന്നോട്ട് വെക്കുന്നു. അതിൽ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നു. ഇന്നും ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണ് ഇത് പറയുന്നത്. അത് വിരോധാഭാസമാണ് എന്ന് പറഞ്ഞ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ അതിഗുരുതരമായ വിമർശനങ്ങൾ മന്ത്രി ഉന്നയിക്കുകയാണ്. മന്ത്രി മാപ്പ് പറയണം എന്നതാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. മന്ത്രി ആ ക്രൈസ്തവ സന്യാസിനിമാരെ അപമാനിച്ചു എന്നതാണ് അവരുടെ വികാരം. മന്ത്രി തുടരെ സ്വീകരിക്കുന്ന ഈ നിലപാടിൽ അവർ അസ്വസ്ഥരാണ്. അപ്പോൾ സമസ്തയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, പുകഴ്ത്തിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തെ അപമാനിച്ചു മന്ത്രി എന്നതാണ് അവരുടെ വികാരം. മാപ്പ് പറയുമോ മന്ത്രി? എനിക്കൊരു സംശയം കൂടെ ചോദിക്കാമല്ലോ. മന്ത്രി മാപ്പ് പറയാനുള്ളത് മന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് മന്ത്രിക്ക് വേണ്ടി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. എനിക്കുള്ള സംശയം അതല്ല. ഈ ഹിജാബ് വിഷയം, അങ്ങനെ ഒരു കുട്ടിക്ക് ഹിജാബ് ധരിക്കണം, ശിരോവസ്ത്രം ധരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വിലക്കാൻ നിയമപരമായി ഏതെങ്കിലും സ്കൂളിന് അധികാരമുണ്ടോ എന്നുള്ള പ്രശ്നം കർണാടകയിൽ 2-3 വർഷം മുമ്പ് ചർച്ച ചെയ്ത് സുപ്രീം കോടതി തീരുമാനം എടുത്തിട്ടുള്ളതാണല്ലോ. സുപ്രീം കോടതിയിൽ ഭിന്നവിധിയാണ് വന്നത്. ഭിന്നവിധി വന്നാൽ രണ്ട് ജഡ്ജിമാർ രണ്ട് വിധി പറഞ്ഞു. അത് മേൽക്കോടതിയുടെ പരിഗണനയിലാണ്. അവിടെ തീർപ്പുണ്ടായിട്ടില്ല. അല്ല, ഭൂരിപക്ഷ വിധി ഏതാണെന്ന് നോക്കിയാൽ മതിയല്ലോ. തീർപ്പുണ്ടായിട്ടില്ല. ഭൂരിപക്ഷ വിധി 2 ജഡ്ജിമാരുടെ വിധിയായിരുന്നു. ഒരു ജഡ്ജി അനുകൂലിച്ചും ഒരു ജഡ്ജി എതിർത്തുമാണ് നിലപാടെടുത്തത്. അതിൽ ഭൂരിപക്ഷമില്ല. അത് മേൽക്കോടതിയുടെ പരിഗണനയിലാണുള്ളത്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് വിലക്കിയതിനെതിരെയായിരുന്നു ആ ഹർജി എന്നത് കൂടി ഓർക്കണം. പക്ഷേ നമ്മുടെ നാട്ടിൽ 2018 പബ്ലിക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വിധിയുണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി. താങ്കളുടെ ചോദ്യം വന്നു കഴിഞ്ഞല്ലോ. എന്റെ മറുപടിക്ക് ദയവായി എനിക്കൊരു സമയം തരിക, എന്നിട്ട് താങ്കൾ പറഞ്ഞോളൂ. ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അത് കർണാടക ഹൈക്കോടതി പരിപൂർണമായിട്ടും അതിനെതിരായിരുന്നു. ഹിജാബ് നിരോധനത്തിന് അനുകൂലിച്ച് അങ്ങനെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതിനെതിരെയാണല്ലോ സുപ്രീം കോടതി പോയത്, ഇപ്പോഴും തീരാതെ കിടക്കുന്നത്. അപ്പൊ അന്ന് സുപ്രീം കോടതി ഏതാണ്ടൊരു 4 പേജ് നിരീക്ഷണങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ കയ്യിലുണ്ടത്. അന്നത്തെ അവരുടെ നിരീക്ഷണം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ലൈവിലായി അന്ന് തന്നെ എടുത്തു വെച്ചിരുന്നതാണ്. അപ്പൊ അതിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് നമ്മളുടെ ഇന്ത്യയുടെ പൊതു മതനിരപേക്ഷ പാരമ്പര്യം, വിദ്യാഭ്യാസ അവകാശം, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു, ഇതൊക്കെ വളരെ വിശദമായി പറയുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കൾ ഇപ്പൊ പറഞ്ഞത് ഇത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമാണെന്നാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? കാരണം ഇതൊരു അൺഎയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ടല്ലേ. അപ്പൊ അൺഎയ്ഡഡ് സ്കൂൾ എന്ന് പറയാൻ എന്താണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും പോകേണ്ടതില്ല. അതിന് സമയവുമില്ല. അതവിടെ നിൽക്കട്ടെ. ഈ അൺഎയ്ഡഡ് സ്കൂളിനെ പറ്റി തന്നെയാണല്ലോ DDE ഒരു ഉത്തരവ് ഇറക്കിയപ്പോ ആ ഉത്തരവിനെതിരെ മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ പോയത്. ഈ പിതാവോ കുട്ടിയോ അല്ല പോയത്, മാനേജ്മെന്റ് ആണ് പോയത്. എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. ഹിജാബ് നിരോധനം നിലനിൽക്കില്ല. അതാണല്ലോ DDE പറഞ്ഞത്.
അപ്പൊ അത് സ്റ്റേ ചെയ്യണമെന്നാണ് മാനേജ്മെന്റ് സ്റ്റേ ചെയ്തില്ല എന്നേ ഉള്ളൂ. സ്റ്റേ ചെയ്തില്ല, ഇമ്മീഡിയറ്റ് സ്റ്റേ കൊടുത്തില്ല എന്നതേ ഉള്ളൂ. വാദം കേട്ടിട്ടില്ല കോടതി. താങ്കളുടെ വ്യാഖ്യാനമാണ്. ഞാൻ പറയാൻ വാദം കേട്ടിട്ടില്ല കോടതി. വാദം കേട്ടിട്ടില്ല ആ വിഷയത്തിൽ. വാദം കേട്ടൊരു ഉത്തരവ് പറയല്ല. ഇപ്പോൾ സ്റ്റേ ചെയ്തില്ല എന്നത് മാത്രമേ ഉള്ളൂ ആ കേസിൽ നിന്ന് സംഭവിച്ചത്. താങ്കളുടെ വ്യാഖ്യാനം താങ്കൾ പറഞ്ഞോളൂ. എന്റെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് കോടതി. അല്ല, എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം തരാൻ താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം. ഒരു നിർബന്ധവുമില്ല ചർച്ച പങ്കെടുക്കണമെന്ന്. പങ്കെടുപ്പിക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം. ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ അഭിപ്രായം പറയുമ്പോൾ അതിൽ എന്താണ് വസ്തുത എന്നത് ഞാൻ ചൂണ്ടിക്കാട്ടുന്നു എന്നേ ഉള്ളൂ. വസ്തുതയല്ല, നിങ്ങളുടെ പ്രശ്നമാണ് പറഞ്ഞത്. വസ്തുത നിങ്ങളല്ലേ പറയുന്നത്. എനിക്കതല്ലെന്നുള്ളത് എനിക്കറിയാവുന്ന ഞാൻ പറയുന്നത്. അത് നിങ്ങൾ അത് വസ്തുത എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ സമ്മതിക്കുമോ? അതിൽ വിശദമായി കോടതി ഒരു വാദം കേട്ടിട്ടില്ല. സർക്കാരിന്റെ വിശദീകരണം തേടുകയാണ് ചെയ്തത്. പക്ഷേ സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയുമാണ്. ഒരു വ്യക്തിയാണ് ഞാനും. എനിക്ക് പറയാം എന്താ വാട്ട് ഈസ് വാട്ട് എന്നുള്ള മനസ്സിലാക്കാൻ. ഓക്കെ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ. അതിനുള്ള അവസരം വരും ആദ്യം. അതല്ലാതെ എന്റെ വായിക്കകത്ത് കമ്പ്യൂട്ടർ കുത്താൻ വരാതിരിക്കുക. അതാ ഞാൻ മര്യാദ കാണിക്കണം കേട്ടോ. അപ്പോ പിന്നെ DDയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാ? ഹിജാബ് ധരിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതാണ് തീരുമാനം. അങ്ങനെ താങ്കൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, അങ്ങനെ താങ്കൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് 2 ദിവസം വേണേൽ പറയായിരിക്കും. അടുത്ത തവണ കോടതി ഇത് പരിഗണിച്ച് ഒരു ഉത്തരവ് പറയുന്നിടം വരെ താങ്കൾക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കായിരിക്കും. എനിക്കറിയില്ല. ആ സമയം വരെ അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം കോടതി വിധി എനിക്ക് തരുന്നുണ്ടെന്നേ. അതാണ് മതനിരപേക്ഷ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ പാരമ്പര്യം അതാണ്. CBSE സ്കൂളുകളിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് നിലപാട് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഹർജി തള്ളിയിട്ടില്ല. ഈ ഹർജിയിൽ വിശദവാദം കേൾക്കാനാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത്. കൃത്യമായും ഇപ്പോൾ ഒരു സ്റ്റേ ഇല്ല എന്നതിനപ്പുറം അവരുടെ വാദങ്ങൾ തള്ളി എന്ന് പറയാൻ പറ്റില്ല. ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും അങ്ങനെയല്ലല്ലോ. പ്രിൻസിപ്പൽ എന്തിനാ പിന്നെ വന്ന് ഉച്ചയ്ക്ക് മുമ്പ് മാധ്യമങ്ങൾക്ക് നന്ദി പറയുന്ന കൂട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ശിവൻകുട്ടി സാറിന് നന്ദി, വിദ്യാഭ്യാസ വകുപ്പിന് നന്ദി. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? നന്ദി പറയാതിരിക്കാമല്ലോ. അതല്ലേ ചെയ്യേണ്ടത്? അത് അവരുടെ മാന്യത കൊണ്ടായിരിക്കും. ഒരു സംസ്ഥാനത്ത് പോകുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അവരുമായി ഒരു ക്ലാഷിലല്ലോ പോകേണ്ടത്. സമവായത്തിന്റെ പാതയല്ലേ എല്ലാത്തിനും നല്ലത്. അതാണ് കാര്യം. സംസ്ഥാന സർക്കാരിനും ശിവൻകുട്ടിക്കും മാന്യതയില്ലെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് താങ്കൾ ചർച്ചയിൽ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞേ? അവരുടെ മാന്യതയാണ് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നത്, വിനയം പ്രകടിപ്പിക്കുന്നത് ഒക്കെ ഓരോരുത്തരുടെയും സംസ്കാരം അനുസരിച്ചാണല്ലോ. എല്ലാവർക്കും മനസ്സിലാവും മാഡം. എനിക്കും മനസ്സിലാവും. നിങ്ങൾ പറയുന്നത് എനിക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും. എല്ലാവരും പൊട്ടന്മാരാണെന്ന് പറയരുത് കേട്ടോ. അവർക്ക് മാത്രം. ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ ഈ വിഷയത്തിൽ ഒരു ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണ് മറ്റൊരു കുട്ടി ശിരോവസ്ത്രം ധരിക്കരുതെന്ന് പറയുന്നത് ഇത് വിരോധാഭാസമാണ് എന്നല്ലേ മന്ത്രി പറഞ്ഞുള്ളൂ. അതിന് ഒരു അധിക്ഷേപമായോ അപമാനമായോ കരുതണമോ എന്നൊക്കെയാണ് ഞാൻ PP ജോസഫിനോട് ചോദിച്ചത്. പക്ഷേ അവർ പറയുന്നു അത് ക്രൈസ്തവ സമൂഹത്തെ അപമാനിച്ചതാണ് എന്ന വികാരമാണ് അവർക്കുള്ളതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ്? അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണുള്ളത്. മുനമ്പം വിഷയത്തിലായാലും മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഈ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ക്രൈസ്തവ സമൂഹത്തെ അപരവൽക്കരിച്ചുകൊണ്ട് അവരെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള നിലപാടാണ്. ഇതിൽ ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തെ അപമാനിച്ചിരിക്കുന്നു എന്നൊരു വികാരം ആ മതവിഭാഗത്തിന് തോന്നിയാൽ മന്ത്രി മാപ്പ് പറയുമോ എന്നതാണ് എന്റെ ചോദ്യം. അദ്ദേഹത്തെ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കണം. അതിനോട് എന്തിനും വിയോജിക്കണം. അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അവർ അപമാനിക്കപ്പെട്ടു. ഒരു ജോസഫ് കവി എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ പറഞ്ഞല്ലോ, മന്ത്രി മാപ്പ് പറയണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജി എഴുതി വാങ്ങിക്കണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അഭിപ്രായമായിട്ടാണ് അവരെല്ലാവരും പറയുന്നത്. അവരെപ്പോഴും ഇപ്പോഴും അദ്ദേഹം പറഞ്ഞില്ലേ, ശ്രീ VP ജോസഫ് പറഞ്ഞില്ലേ, സമവായത്തിന്റെ പാതയുണ്ടെങ്കിൽ തേടണം. അത് വിമർശനം രൂക്ഷമായി ഉന്നയിക്കുമ്പോ തന്നെ സമവായത്തിന്റെ പാത തേടണം എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് ക്രൈസ്തവ സഭയിലെ എല്ലാവരും തന്നെ. അത് അക്കാര്യത്തിലൊന്നും ഞാൻ വിയോജിക്കുന്ന ഒരു സമവായത്തിന്റെ പാത തേടുക എന്നതാണ് ഈ 2018 കോടതി വിധിയിൽ ജസ്റ്റിസ് മുസ്താഖ് തന്നെ പറയുന്നു. ആ
മാനേജ്മെന്റ് വിചാരിക്കുകയാണ് ഇതിൽ വീഴ്ച അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു സമവായം രൂപപ്പെട്ടാൽ അവിടെ അത് നടക്കും. അതിനപ്പുറം കോടതിക്ക് അത് നിർദ്ദേശിക്കാനാകില്ല എന്നതാണ് പറഞ്ഞത്. ആ ഒരു സമവായത്തിനുള്ള സാധ്യതയാണ് ആദ്യഘട്ട ചർച്ചയിൽ ഉയർന്നത്. പക്ഷേ അങ്ങനെ സമവായത്തിലായ വിഷയത്തിലാണ് മന്ത്രിയുടെ ഇടപെടലുകൾ തുടർച്ചയായ ദിവസത്തിൽ വരുന്നതും വലിയൊരു വിഭാഗീയതയിലേക്ക് അത് പോകുന്നതും വർഗീയമായി അതിനെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ മുസ്തഫ മുണ്ടുപാറ, എം ജയചന്ദ്രൻ പറയുന്നതൊക്കെ കേട്ട് താങ്കൾ വികാരഭരിതനാകുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു, തംസപ്പ് കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. താങ്കൾക്ക് ഓർമ്മയുണ്ടോ 2-3 മാസങ്ങൾക്ക് മുൻപ് നടന്ന സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച? മതവിഭാഗങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുന്നതിൽ ഇടപെടണ്ട എന്ന് ഇതേ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? വിരട്ടലുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് എന്തായിരുന്നു സമസ്ത സ്വീകരിച്ച നിലപാട്? വിദ്യാഭ്യാസ വിഷയങ്ങളിൽ നിങ്ങൾ മതപരമായി ഒന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വികാരം എന്തായിരുന്നു? നാളെ ഇനി ഇതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തുന്ന എല്ലായിടത്തും വിദ്യാഭ്യാസ നിയമപ്രകാരം ഇടപെടുമെന്ന് ഈ സർക്കാർ തീരുമാനിച്ചാൽ, ഇതേ മന്ത്രി പറഞ്ഞാൽ ഇതുപോലെ ചിരിച്ച് പിന്തുണയ്ക്കുമോ താങ്കൾ? മാഡത്തിന്റെ സംസാരം കഴിഞ്ഞില്ലേ? എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തരുമോ? മാധ്യമ രംഗത്തെ ദീർഘപരിചയമുള്ള രാമചന്ദ്രൻ സാറിന് ഒന്ന് പറയാൻ അവസരം പോലും മാഡം കൊടുത്തിട്ടില്ല. ഇതല്ല ചർച്ചയുടെ രീതി. നിങ്ങൾ പറഞ്ഞത് ഞങ്ങളെ അടിച്ചേൽപ്പിക്കുക എന്നൊരു നയം ശരിയല്ല. അതൊരു ചർച്ച, ഞാൻ എല്ലാ ചാനലുകളിലും ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്, അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. പക്ഷെ അത് പറയാനുള്ള അവസരം കൊടുക്കാത്ത ഒരു നിലപാട് ന്യൂസ് 18 പലപ്പോഴും കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും, അത് ഞങ്ങളെ കൊണ്ട് വായ കൊണ്ട് പറയിപ്പിക്കണം എന്നൊരു ശാഠ്യം പിടിച്ചാൽ അതിന് കൂടെ നിൽക്കാൻ നമുക്ക് കഴിയില്ല. ഞാൻ താങ്കൾക്ക് അഭിപ്രായം പറയാം, പക്ഷെ ആ അഭിപ്രായമാണ് എല്ലാവർക്കും ഒന്നും താങ്കൾ വാശി പിടിക്കരുത്. എല്ലാവരുടെയും ചർച്ച ഒരുപോലെ ഇരിക്കില്ല. ഏതെങ്കിലും തരത്തിൽ വസ്തുതാപരമായി ശരിയല്ല എന്ന് തോന്നുന്നത് ആര് പറഞ്ഞാലും ഇടപെടും. അല്ല, അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിനൊന്ന് കൃത്യമായി പറഞ്ഞ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും. അത് പറയാനൊരു അവസരം പോലും കൊടുത്തില്ല. ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഇത്തരം ചർച്ചയിൽ പങ്കെടുക്കാൻ ഇത്തരം ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഞാൻ അതിന്റെ ഈ ചർച്ചയിലെ നമ്മളൊരു അതിൽ നിന്നുകൊണ്ട് റിസൾട്ട് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ സംവാദം നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചാനലുകളിലൊക്കെ ഇത് നടക്കുന്നുണ്ടല്ലോ. എന്തായാലും ഈ കേരളത്തിൽ നടക്കുന്ന ചാനൽ ചർച്ചകൾ ഞാനും കാണുന്നതാണ്. ഇടപെടാതെയൊക്കെ എത്ര ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് എനിക്ക് ബോധ്യമുണ്ട്. എം ജയചന്ദ്രൻ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം എല്ലാ ചാനലിലും ചർച്ചകളിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ എന്താണ് ചർച്ചകളുടെ രീതി എന്നൊക്കെയും 1 മണിക്കൂർ സമയത്തിനുള്ളിൽ അതെങ്ങനെ പോകുന്നു എന്നൊക്കെ നല്ല ബോധ്യമുള്ള മനുഷ്യൻ തന്നെയാണ് അദ്ദേഹവും. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരൂ, ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നൽകൂ. എന്താണ് ചോദ്യം? ഞാൻ ചോദിച്ചത് താങ്കൾ കേട്ടിരുന്നില്ലേ? പറയൂ, ഒന്നുകൂടെ പറയൂ. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എന്തായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ച നിലപാട്? അന്ന് സമസ്ത നേതാക്കൾ എന്താണ് പറഞ്ഞത്, അത് ഓർമ്മയുണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതാണ്. ഏത്? സെന്റ് റീത്ത സ്കൂളിൽ ഉണ്ടായ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അനിഷ്ടകരമായ സംഭവങ്ങളെ കുറിച്ചാണ്. അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. മറ്റു വിഷയമല്ല നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. അത് സംബന്ധമായ അഭിപ്രായം നമുക്ക് ചർച്ച വെക്കാം, അതിന് നമുക്ക് വീണ്ടും പറയാം, അതിന് കുഴപ്പമില്ല. എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചല്ലോ ശ്രീ മുസ്തഫ മുണ്ടുപാറ. ഇന്ന് ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സ്കൂളിൽ ഇതേ നടക്കുകയുള്ളൂ. ഇതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നത്. ഇങ്ങനെ ഞങ്ങൾ പറയുന്നത് അവിടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നാളെ അത് മറ്റു ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലും സർക്കാർ പറയും. അങ്ങനെയാണ് പോകേണ്ടത്. സർക്കാർ തീരുമാനിക്കുന്ന കണക്ക് പോകട്ടെ. എല്ലാ സ്കൂളുകളും ഇൻക്ലൂസീവ് ആകണം എന്നത് തന്നെയാണ് എന്റെ നിലപാട്. എനിക്ക് അതിനോടാണ് താല്പര്യം. നിങ്ങൾക്കത് സ്വീകാര്യമാകുമോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. ഒരു ഭരണാധികാരിക്ക് പറയാൻ പറ്റുന്നതിന്റെ പരിധിയിൽ നിന്നുകൊണ്ടേ അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. അതൊരു പക്ഷെ സമയമാറ്റ വിഷയത്തിലും അദ്ദേഹം എടുത്ത നിലപാട് അതായിരിക്കും. ഒരു ഭരണാധികാരിക്ക് ഭരണാധികാരിയുടെ തലത്തിൽ നിന്നുകൊണ്ടേ ഏതൊരു സംഭവത്തെ കുറിച്ചുകൊണ്ടും നിലപാട് എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു നിലപാട് നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥ. സമയമാറ്റത്തിൽ മന്ത്രി പറഞ്ഞ നിലപാടും താങ്കൾ ഇപ്പോൾ അംഗീകരിക്കുന്നു? അല്ല, വിയോജിപ്പ് ഉണ്ടായിക്കൊണ്ട് തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. വിയോജിപ്പോട് കൂടി തന്നെ. അതുകൊണ്ടാണല്ലോ പ്രശ്നം ഉണ്ടായില്ലല്ലോ. ആ വിഷയം അതോടുകൂടി ചർച്ചയിൽ നിന്ന് പോയില്ലേ? അത് അംഗീകരിക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണ്. കാരണം നിർബന്ധിത സാഹചര്യം അംഗീകരിക്കപ്പെടേണ്ടി വരും. കാരണം രാജ്യത്തിന്റെ നിയമവും വ്യവസ്ഥയൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടുന്ന സമയത്ത് അതിനോടൊപ്പം ചിലപ്പോൾ നമ്മുടെ വിയോജിപ്പ് വെച്ചുകൊണ്ട് തന്നെ യോജിക്കേണ്ടി വരും. ഇവിടെ അടുത്ത അധ്യയന വർഷം അത് വീണ്ടും ഒരു പ്രശ്നമാകാതിരിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. എന്താണ്? അടുത്ത അധ്യയന വർഷം പരിശോധിക്കാം എന്നതായിരുന്നുവല്ലോ അതിലെ തീർപ്പ്. അത് അടുത്ത വർഷം
തുടർഭരണം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു പ്രശ്നമാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. മാഡം, ഇത് രണ്ടും കൂട്ടിക്കുഴച്ച് ഇപ്പൊ സംസാരിക്കേണ്ട ആ ചർച്ചയല്ലല്ലോ നമ്മൾ ഇവിടെ വന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ റീത്ത സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ മെറിറ്റിലേക്ക് വരും. ആ ചർച്ചയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അവിടെ ഒരു കുട്ടിയുടെ പഠനം മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തി. പരമായ ലംഘനമാണ് അവിടെ നടന്നത്. ഇനി ആ സ്കൂളിലേക്ക് ഇല്ല. കാരണം ആ കുട്ടിയെ അവിടുത്തെ അധ്യാപികമാർ ഏത് വിധത്തിലാണ് ആ കുട്ടിയോട് സമീപനം സ്വീകരിച്ചത്? ആ 8 വയസ്സുള്ള കുട്ടിയാണ്, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണിത്. 13 വയസ്സുണ്ട്, 13 വയസ്സുണ്ട്, 8 വയസ്സൊന്നുമല്ല. 13 വയസ്സുള്ള അഞ്ചാമത്തെ സ്കൂളായത്. ഇത് 5ാമത്തെ സ്കൂളായി 8 വർഷം നടക്കി. അവർ 8ാം ക്ലാസ്സിലാണല്ലോ അവിടെ ചേർന്നത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് 5ാമത്തെ സ്കൂളാ. നേരത്തെ വേറെ സ്കൂളായിരുന്നു. അല്ല, അത് നേരത്തെ നമ്മള് പ്രൈമറി സ്കൂളുണ്ട്, അപ്പർ പ്രൈമറി സ്കൂൾ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ ഉണ്ടാവും, അങ്ങനെ ഹയർ സെക്കൻഡറിയിലേക്ക് പോകും. അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ. അതൊന്നും കുട്ടിയെ മോശപ്പെടുത്താൻ വേണ്ടി, കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം കൂടി ഇതിന്റെ ഭാഗമായി നിങ്ങളുടെ ആ തരത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല. ഇവിടെ ഭരണഘടനാപരമായ ലംഘനമാണ് നടന്നത്. ഒരു ഭരണാധികാരിക്ക് അത്രയേ ചെയ്യാൻ. ഈ കേരളത്തിൽ 80-20 വന്നു. 80% ഒരാൾക്കും 20% പിന്നെ വേറെ ആൾക്കും വന്നു. അവിടെ ഭരണഘടനാ ലംഘനം ഉണ്ടായില്ലേ? നിങ്ങൾ എത്രയോ വർഷങ്ങളിൽ ഞങ്ങളെ സഹിച്ചു. അങ്ങനെയൊക്കെ പറയാതെ ഇവിടെ ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള കുറച്ച് ആളുകൾ ഈ നാട്ടിൽ ക്രിസ്തീയ സമൂഹവും മുസ്ലിം സമുദായവും അത് ഹൈന്ദവ സഹോദരങ്ങളും ഒന്നിച്ചു പോയൊരു നാടാ. ആ നാട്ടിൽ ഇത്തരത്തിലുള്ള വികലമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം നടത്തുന്ന ആളുകൾ ജോസഫ് മാഷ കൈവെട്ടി ഞങ്ങളാണോ? മുനമ്പത്ത് വിഷയം ഉണ്ടാക്കിയ ഞങ്ങളാണോ? ഇവിടെ 80-20 ഉണ്ടാക്കിയ ഞങ്ങളാണോ? മുനമ്പ വിഷയം ചർച്ചയിലേക്ക് നമ്മൾ പോകണോ? ബന്ധമില്ലല്ലോ, പറയാനുണ്ട്. സമാധാനവും പുലരണമെന്ന് ചിന്തിക്കുന്ന ഏക സമൂഹം ഇവിടെ ക്രൈസ്തവ സമൂഹമാണ്. ഇവിടെ ഞങ്ങൾ ഒന്നും ഒരു പ്രശ്നത്തിന് പോയിട്ടില്ല. യോജിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തെ ഏതാനും ചില ആളുകൾ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കുട്ടനാടിന്റെ അതിന് അനുവദിച്ചു കൊടുക്കരുത്. അതിനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്. ഈ സ്ഥാപനത്തിലെ PTA പ്രസിഡന്റിനെ കുറിച്ച് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ ഉണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി എന്തെല്ലാം കേട്ടു? എവിടെങ്കിലും കേസ് വന്നോ? എവിടെങ്കിലും പോലീസ് വിളിച്ചു കണ്ടോ? അങ്ങനെ ആരെ പറ്റി എന്തെല്ലാം പറയാം? ശ്രീ മുസ്തഫ മുണ്ടുപാറ, നോക്കൂ, ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഈ വിഷയത്തിൽ ആ സ്കൂളിൽ ഇനി ഇല്ല പഠിക്കാൻ എന്ന് പിതാവ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ TC വാങ്ങിയ ആ കുട്ടി മറ്റേതെങ്കിലും സ്കൂളിലേക്ക് പോകും എന്നതാണ് കരുതുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുമോ? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, അടിസ്ഥാനപരമായി ഭരണഘടനാപരമായ ഒരു പ്രശ്നം ഇതിലുണ്ട്. ആ സ്ഥാപനത്തിൽ മാത്രമല്ല, ഇനി അവിടെ പഠിക്കുന്ന മറ്റൊരു കുട്ടി, മുസ്ലിം കുട്ടി, അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ അന്വേഷിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം 50% മുസ്ലിം കുട്ടികളാണ് ആ സ്ഥാപനത്തിലുള്ളത്. ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. എന്റെ നാട്ടിലുള്ള ഒരുപാട് ക്രൈസ്തവ സ്കൂളുകളിൽ 75-80% ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുസ്ലിം കുട്ടികളുണ്ട്. പല സ്കൂളുകളുണ്ട്. ഞാൻ പറയാം, ആ സ്കൂളുകളിൽ നമ്മളൊരു വർഗീയപരമായ ഒരു സമീപനത്തിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക? ആ സ്കൂളുകളിൽ പഠിക്കുന്ന, അതൊക്കെ എയ്ഡഡ് സ്കൂളുകളാണ്, ആ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങള്. ഇത് എറണാകുളത്ത് കുറച്ച് കൂടുതലായിട്ടുണ്ട് ഈ ചെയ്തു കൊടുക്കാത്ത സംവിധാനം. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഇപ്പൊ തിരുവമ്പാടി, ആനക്കാമ്പിൽ തുടങ്ങിയ സ്കൂളുകൾ നോക്കൂ നിങ്ങൾ, തട്ടമിട്ട് പോകാനുള്ള അനുമതി അവിടെ കൊടുക്കുന്നുണ്ട്. കാരണം ശ്രീ മുസ്തഫ മുണ്ടുപാറ, നോക്കൂ, താങ്കൾ തന്നെ പറയുന്നു നിരവധി സ്കൂളുകളിൽ ഇത് അനുവദനീയമാണ് എന്നത്. ഇവിടെ തന്നെ 50%-ലധികം കുട്ടികൾ പഠിക്കുന്നു, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒരു കുട്ടി അവരുടെ മാനുവൽ അനുസരിക്കാതെ വന്ന സാഹചര്യമാണ് അത്. അതിന് പിന്നിൽ ചില ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു ബോധപൂർവമോ അല്ലാതെയോ ആയ പ്രശ്നം അവിടെ സൃഷ്ടിക്കപ്പെട്ട് പരിഹരിക്കാതെ പോകുമ്പോൾ അത് താങ്കൾ ഈ പറയുന്ന എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിക്കില്ലേ? ഇനി ആ സ്കൂളുകളിൽ ഇതുവരെ സ്വമേധയാ അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ശിരോവസ്ത്രം ധരിച്ചും അല്ലാതെയും ഒക്കെ പോയിക്കൊണ്ടിരുന്ന കുട്ടികളുടെ മനസ്സിലൊക്കെ നിങ്ങൾ പാകുന്നത് ഈ വർഗീയതയുടെ വിഷമാണ് എന്ന കാര്യം ഓർമ്മയുണ്ടോ? അത് എങ്ങനെയൊക്കെ വളരും, എങ്ങനെയൊക്കെ ബാധിക്കും, എങ്ങനെയൊക്കെ പടർന്ന് പന്തലിക്കും എന്നത് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ട റീത്ത സ്കൂളിന്റെ അധികൃതരോടാ. ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്.
റീത്ത സ്കൂളിന്റെ അധികൃതരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. രണ്ട് ഭാഗം ഇതെങ്ങനെ വരികയുള്ളൂ. അവിടെ അനുവദിക്കുന്ന നിരവധി സ്കൂളുകൾ ഉണ്ട് എന്ന് താങ്കൾ തന്നെ പറയുന്നുവല്ലോ. ക്രൈസ്തവ വിഭാഗത്തിന്റെ തന്നെ ഇതിന് അനുവദിക്കുന്ന സ്കൂളുകൾ ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. അപ്പോൾ അവിടെ പഠിക്കാമല്ലോ. ഈ ഒരു സ്കൂൾ മാത്രമല്ലല്ലോ പഠനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ഒരു സ്കൂൾ അത്തരം ഒരു നിലപാടെടുത്താൽ അത് അനുവദിക്കുന്ന സ്കൂളുകൾ, നിങ്ങൾക്ക് എന്താണ് പ്രാമുഖ്യം? വിദ്യാഭ്യാസം നേടുക എന്നതാണോ, വസ്ത്രം ധരിക്കുക എന്നതാണോ പ്രാമുഖ്യം എന്നത് നോക്കി ചോയ്സ് എടുക്കാനുള്ള സാധ്യതയും സാഹചര്യവും അവിടെ ഉള്ളപ്പോൾ ഇതിങ്ങനെ വർഗീയവൽക്കരിച്ച് എന്ത് നേട്ടമുണ്ടാക്കും? രണ്ട് വിഭാഗത്തിനും തുല്യ ഉത്തരവാദിത്വം എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ പറയുന്നിടത്ത് മനസ്സിലാകുന്നുണ്ട് ഏത് ഭാഗത്തിനാണ് വർഗീയതയാക്കുന്നതെന്നുള്ളത്. അവിടെ വർഗീയത ഉണ്ടാക്കിയത് റീത്ത സ്കൂളാണ്. ഞാൻ പറഞ്ഞല്ലോ 2000 ആ മാനേജ്മെന്റിന് ഒരു റൂളും റെഗുലേഷനും മാനുവലും ഉള്ളപ്പോൾ അത് പാലിക്കാമെന്ന് പറഞ്ഞ് അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ അതിന്റെ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട് നിങ്ങൾക്കെന്ന് പറയേണ്ടി വരും ചിലപ്പോൾ. എന്റെ സുഹൃത്തെ 50% അനധികൃതമായി ചെയ്ത കാര്യമാണത്. അവിടെയാ തിരുത്തുവേണ്ടത്. ശരി ശ്രീ പി ജോസഫ്, നിങ്ങൾക്കും ഈ പ്രശ്ന പരിഹാരത്തിന് തുല്യ ഉത്തരവാദിത്വം തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ആ കുട്ടി അവിടുന്ന് പോകുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് പഠനം നിഷേധിച്ച സ്കൂൾ എന്ന ചീത്തപ്പേര് റീത്ത സ്കൂളിന് വേണമോ? ഇതൊരു പരിഹാരം മന്ത്രി കൂടി നിർദ്ദേശിക്കുന്ന കാര്യത്തിൽ മന്ത്രിയെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ എന്ന ബോധം ആ സ്കൂൾ മാനേജ്മെന്റിന് തന്നെ ഉണ്ട്. ഒരു സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതകൾ ഇനിയുമില്ലേ? ആ സമവായത്തെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ വേറെ കാര്യം പറയുന്നു. നമ്മുടെ പ്രിയ സുഹൃത്ത് മടവൂർ പറഞ്ഞ കണക്ക് അദ്ദേഹം പറയുന്ന 50% കുട്ടികളോട് പഠിക്കുന്ന മുസ്ലിം പ്രത്യേക സമുദായത്തിൽപ്പെട്ടാന്ന് പറയുന്നു. അത് 50%-ത്തിലെ 49%-ത്തിനും ആ സ്കൂളുമായി യോജിച്ചു പോവാമെങ്കിൽ പുതിയതായിട്ട് വന്ന കുട്ടിക്ക് മാത്രം എന്തുകൊണ്ട് യോജിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ വിഷയം. ആ 40% ആൾക്കാർക്കും ആ വിദ്യാർത്ഥികൾക്കും ആ അതേ സമുദായത്തിൽപ്പെട്ടവർക്ക് ഇത് സ്കൂളിൽ നമുക്ക് ഈ മതമൊന്നും വേണ്ട, സ്കൂളിലെ നമ്മുടെ യൂണിഫോമിൽ ഇതൊന്നും വേണ്ട, നമ്മളവിടെ ഏകോദര സഹോദരന്മാരാണ്, മാവേലി നാട് വാണിടം കാലം നാം എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞ അവിടെ സ്കൂള്. അപ്പൊ അവിടെ നമ്മുടെ യൂണിഫോമിലെങ്കിലും ജെൻഡർ ഇതിനു വേണ്ടിയിട്ട് ബാധിച്ച ഒരു ഇടതുപക്ഷ സർക്കാരുള്ള സംസ്ഥാനമാണിത്. ജെൻഡർ യൂട്ടിലിറ്റിക്ക് വേണ്ടി ഏറ്റവും ബാധിച്ചത് ഒരേ വസ്ത്രം ആണിനും പെണ്ണിനും ധരിക്കണം എന്ന് ബാധിച്ച അതിനുവേണ്ടി നടപ്പിലാക്കാൻ ശ്രമിച്ച ഈ ഗവൺമെന്റ് ഉള്ളിടത്ത് ആ 49% ഒരു പെട്ട സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പറയുന്നു ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ആ 1% 1000 തേൻതുള്ളിക്കകത്ത് എന്തിനാണ് ഒരു മീൻതുള്ളി ഇടുന്നത്? നോക്കൂ, ഈ വിഷയം സമവായത്തിലൂടെ പരിഹരിക്കാൻ ഇരുകൂട്ടരും സന്നദ്ധമായിരുന്നു. അവിടെ ഒരു സമവായം ഉണ്ടായതാണ്, അത് പിന്നീട് അട്ടിമറിക്കപ്പെട്ടു. അതിന്റെ പ്രധാന കാരണം മന്ത്രിയാണ് എന്നതാണ് ഈ സഭാ നേതൃത്വങ്ങൾ പറയുന്നത്. ഇനിയെങ്കിലും ഒരു സമവായത്തിന് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തന്നെ മുന്നിട്ട് ഒരു സമവായത്തിനുള്ള സാധ്യത തേടുകയല്ലേ ശരിക്കും ഇവിടെ ചെയ്യേണ്ടത്? തേടുമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് രേണുക. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അത് ഒരു തീരുമാനമായിട്ട് പറയുകയല്ല. മന്ത്രി അതിന്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് ഇതിനകം റിപ്പോർട്ട് തേടുകയും റിപ്പോർട്ട് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ വൈകുന്നേരത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം അതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പഠിക്കുകയും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെ കാണാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. ഒരു ഏതെങ്കിലും സമുദായമായിട്ടോ അല്ല സമുദായങ്ങൾ തമ്മിലോ ഒരു ക്ലാഷ് ഉണ്ടാക്കേണ്ട കാര്യമുള്ള പ്രദേശമൊന്നും അല്ല കേരളം എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ പലപ്പോഴും പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഈ പ്രശ്നം. നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും എല്ലാ കൊച്ചു കൊച്ചു കവലകളിലടക്കം ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങൾ, വ്യാപാരികൾ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ തമ്മിൽ നിരവധി വാക്കേറ്റങ്ങളും പലപ്പോഴും അത് കയ്യേറ്റങ്ങൾ വരെ എത്തുന്ന സംഭവ വികാസങ്ങൾ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കേരളത്തിൽ പലയിടത്തും കണ്ടുവരുന്നത് എനിക്കറിയാവുന്നൊരു കാര്യമാണ്. അതടക്കം ഉള്ള കാര്യങ്ങൾ പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതൊക്കെ പല തൽപര കക്ഷികളും അവരുടെ ഈ നിശ്ചിത താല്പര്യങ്ങൾക്ക് വേണ്ടി മുതലാക്കുന്നുമുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നിശ്ചിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചില രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഗവൺമെന്റിലും ഉള്ളത്. ഞാൻ ഗവൺമെന്റിലാണെങ്കിലും ഒക്കെ ഇത് സംസാരിക്കുന്ന അവസരം വരുമ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. അപ്പൊ അവർക്കും പലർക്കും അറിയാം ഇങ്ങനത്തെ നടക്കുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ നമുക്ക് ഇടപെടാൻ പരിമിതി ഉണ്ടല്ലോ ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സെന്റ് റീത്ത സ്കൂളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അത് ഒറ്റപ്പെട്ട സംഭവമായി മാറട്ടെ
അതൊരു പ്രശ്നമായി. കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് രക്ഷകർത്താവ് പറഞ്ഞു. ഓക്കെ, ഇഷ്ടമില്ലാതെ അവിടെ പഠിക്കാൻ കഴിയില്ല. അധ്യാപകർക്ക് CBSE സ്കൂളിൽ പ്രത്യേകിച്ചും അധ്യാപകരുടെ നിർലോഭമായ ഒരു പിന്തുണയില്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്കും പഠിച്ച് വിജയിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പഠിക്കുന്നില്ല തീരുമാനം ഓക്കെ. പക്ഷേ അതൊരു ക്ലാഷായിട്ട് മുമ്പോട്ട് പോകാതിരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയും ബന്ധപ്പെട്ട അധികൃതരും ശ്രദ്ധിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെയാണ് തീർച്ചയായും അത് ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സമവായത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. നിയമ പോരാട്ടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായി. കോടതി പോലും 2018 പറഞ്ഞു വെക്കുന്നത് സമവായത്തിന്റെ വഴിയാണ് ഈ പ്രശ്ന പരിഹാരത്തിന് ഏറ്റവും യോജിച്ചത് എന്നതാണ്. അത് സ്കൂൾ മാനേജ്മെന്റ് വിചാരിക്കുകയാണെങ്കിൽ ഇനിയും സാധ്യമാകും. ആ വിദ്യാർത്ഥി ഇപ്പോൾ അവിടെ പഠിക്കുന്നില്ല എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിലും സമവായം സാധ്യമാകും. എന്തായാലും മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചില വിഭാഗങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഈ സമവായത്തിന്റെ വഴിയാണ് സർക്കാർ ഈ വിഷയത്തിൽ തേടേണ്ടത്. പ്രശ്നം കൂടുതൽ രൂക്ഷമാകാതെ വർഗീയമായി ഉപയോഗിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ കൊടുക്കാതെ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ്@9 കാണാം. നമസ്കാരം.